എന്താ തുമ്പിയോ? ഈ തുമ്പി കല്ലെടുക്കും. ഓ അച്ഛന് വേണോ? അച്ഛന് വേണോ? വേണ്ട, അച്ഛന് വേറെ തുമ്പിയുണ്ട് ഇവിടെ. മോളും ചിന്നു ചേച്ചിയും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. എന്താ അച്ഛാ? അച്ഛമ്മയുടെ കൽഭരണി ശർക്കരയുണ്ട്. അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്നിരുന്ന് കളിക്കണം. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് അച്ഛൻ വന്ന് മാളൂട്ടിയേന്ന് വിളിക്കും. ഓടി വരണം. അച്ഛല്ലേ പതുക്കെ. ഓ ഇനി നിന്നെ വിടില്ല. കാപ്പി എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? വാ മോനെ, അമ്മയ്ക്ക് വിശക്കുന്നല്ലോ. പതിനാല് കരട്ടാ. അവിടെ ഇപ്പൊ ഇതൊരു ഫാഷനാ. വല്ലപ്പോഴും ചേഞ്ചിന് നിനക്ക് ഇവിടെ കിട്ടുന്നു കൊടുക്കാം. നിന്റെ നിറത്തിന് തിണങ്ങും. ഇതെങ്ങനെയുണ്ടമ്മേ? ഓ എടുപ്പതുണ്ടല്ലോ. ഇത് തങ്കം വന്നോടാ? അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനൊന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ. തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടെ വിലാസിനി? ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? നോട്ടേമ്മേ, നല്ല പാറ്റണ. സാരല്ല, അമ്മ എടുത്തോട്ടെ. $5 കാണാനുണ്ടല്ലോ. ആ മടിയമ്മത്തായി എന്നെ പറ്റിച്ചത്. അച്ഛമ്മ വാ. എന്താ? ഒരു വട്ടം കാണിച്ചു തരും, വാ. എന്താ കുഞ്ഞേ? അച്ഛമ്മ വാ. ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി? മാറിയിട്ടില്ല. ഞാനും പേടിച്ചു പോയി. ദേവർക്ക് നമ്മുടെ വിഷമം മനസ്സിലാവും.
ഞാനാ ഉണ്ണി. ഉണ്ണിയായിരുന്നോ? എന്താ പുറത്ത്? ഉറക്കം വന്നില്ല അപ്പച്ചമ്മ. രാഘവട്ടം ഉറങ്ങില്ലേ? ഉറങ്ങി ഉറക്കം സുഖമായിട്ട് ഉറങ്ങി. ഞാനേ ഒരു കഷായം കുടിക്കുന്നുണ്ട്. ഓ. ഈ മൂത്രത്തിലെ കല്ലില്ലേ, ഓ. അത് അലിയിച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ, ബഹുകേമം. കേട്ടോ ഉണ്ണിയെ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു 3-4 തവണ ഒരു കുടം ഉണ്ടാവും പോവാൻ. ആ ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാൽ വെറുതെ പോവും. ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. തെങ്ങിനെ ആ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പാങ്കാലത്തെങ്ങാനും ഒരു ഉറക്കം കിട്ടിയെങ്കിലായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. നമുക്ക് വല്ലതും അല്ല പറഞ്ഞോണ്ട് നടക്കാം. ഞാനിപ്പോ ചെന്ന് ഉറങ്ങാനുള്ള ചില പരിപാടി. അതല്ലടോ, അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാധാനമായിട്ടൊന്ന് കാണാനും പറ്റില്ല. ഞാനെന്ന് തമാശക്ക് എടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. റിലേഷൻസ് ഉണ്ട്. അവിടെങ്ങാനും കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ? എത്ര കാലമാണ് ഉറക്കം വരുന്നുണ്ട്. മാളൂട്ടി ഈ മുൻവശത്തെ കഥ അങ്ങ് അടച്ചേക്ക് കേട്ടോ. ഇപ്പൊ ഇനി വരാം. രാജി വാ വാ. ഇവിടെ കയറി. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കേറ്. നേരെ ഒരുപാടായി. വിഘ്നേശ്വര, എന്റെ മോന് ഒരേ ആപത്തും വരുത്തരുതേ. ഇവൻ 6 മാസം പ്രായമുള്ളപ്പോ ഇവന്റെ അച്ഛൻ മരിച്ചതാ. അന്ന് മുതല് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കിയാ ഞാൻ ഇവനെ വളർത്തിയെ. മോളെ, അച്ഛനെ നല്ലോണം ഉരുട്ടുമോളെ, ഉരുട്ടുമോളെ. മണ്ണുള്ളതാണ്. എന്റെ ദീർഘായുസിന് വേണ്ടി മോൻ അമേരിക്ക വെച്ച് നേർന്നതാ. ഇവന് ഞാനെന്ന് വെച്ചാ അങ്ങ് ജീവനാ. ദീർഘായുസിന് വേണ്ടിയൊന്നുമല്ല, അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിട്ടാ. എന്നോട് ചോദിച്ചില്ല. ആ, അച്ഛനെ ഉരുട്ടുമോളെ. നാരായണ നീ നാരായണ മേല് വേദനിക്കുന്നുണ്ടല്ലേ? ആ, നാരായണ. ഏവര് നല്ലോണം കടാക്ഷിക്കട്ടെ. ഇവിടെ ആരും ഇല്ലേ? വീടൊക്കെ ഇങ്ങനെ മലക്കെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടുപോയി ആരും അറിയില്ലല്ലോ. അയ്യേ, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. ആരാ? മൂത്തമ്മാൻ. മുത്തണ്ണാനോ? ഇതും ശരിയാവില്ലല്ലോ. ആ, അച്ചമ്മ എവിടെ? വിളിക്കേ. അച്ഛമ്മേ. ഈ പിരിവുകാരെ കൊണ്ടു ശങ്കുമാനോ? എന്താ സംശയമുണ്ടോ? വേറെ ആരുടെങ്കിലും ചായ തോന്നുന്നുണ്ടോ? അല്ല, ഈ ഇലക്ഷൻകാർ വോട്ട് ചോദിക്കാൻ വരാറുണ്ടേ. പെട്ടെന്ന് കണ്ടപ്പോ ഒറ്റ ആരെയാ അത്? ഞാനാടി സരസ്വതി. ശങ്കുമാൻ വന്നിരിക്കണോ? ആ, ശങ്കുവപ്പയോ? കാണാതായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ലേ എന്റെ പെങ്ങളെ. എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം? ഓ, ഒന്നും പറയണ്ട എന്റെ ഓപ്പേ. എന്താ പറ്റിയേ? ഈയിടെയായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോ വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും. പുറത്തേക്ക് വിടുമ്പം ചൂന്നങ്ങ് ചൊട്ടും. ഉവ്വോ. അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും, പുറത്തേക്ക് വിടുമ്പോ ചൊട്ടും. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അല്ല. ആ, ഈയിടെയായിട്ട് അപ്പച്ചിക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? ആ, എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. എങ്ങനെ എങ്ങനെ? എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. ഉവ്വോ. രാഘവ, ഓപ്പ ഇരുന്നാട്ടെ. ഉണ്ണി, ഒറ്റ തൊഴി. സൂപ്പിക്കല്ലേ സൂപ്പിക്കല്ലേ. നീ ഈയിടെയായിട്ടൊന്ന് കൊഴുത്തല്ലോടാ രാഘവ. ചുമ്മാ അല്ല, പണിയെടുത്തിട്ടാ. ആ, നിന്റെ പണിയൊക്കെ എനിക്കറിയാം. ശങ്കുമോനോ?